السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد. സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹയെ നിസ്കാരം എന്ന് തന്നെ പരിചയപ്പെടുത്തുന്നതായിട്ട് കാണാം. അല്ലാഹു തആല ഫാത്തിഹ സൂറത്തിന് നിസ്കാരം എന്ന് പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് നബി തങ്ങൾ പറയുന്നത്? യഖൂലു ഖാലല്ലാഹു, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ഖസംതു സ്വലാത്ത ബൈനി വബൈന അബ്ദി, നിസ്കാരത്തെ ഞാൻ വിഹിതം വെച്ചു, ഓഹരി വെച്ചു, ബൈനി എൻ്റെ ഇടയിലും, വബൈന അബ്ദി എൻ്റെ അടിമന്റെ ഇടയിലും, നിസ്ഫൈനി രണ്ട് ഓഹരി, വലിയ അബ്ദി മാസാൽ എൻ്റെ അടിമക്ക് അവൻ ചോദിച്ച ഒന്നുണ്ട്. ഫൈദാ ഖാദൽ അബ്ദു, എൻ്റെ അടിമ പറഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും അള്ളാഹുവിനാണ്. ഫാത്തിഹ സൂറയിലെ ആയത്താണിത്. ഇത് ഒന്നാമത്തെ ആയത്താണെന്നും രണ്ടാമത്തെ ആയത്താണെന്നും അഭിപ്രായമുണ്ട്. ഈ ആയത്ത് ഓതിയാൽ ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല പറയുന്നു, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു എന്ന് അല്ലാഹു പറയും. വഇദാ ഖാല അർറഹ്മാനുർ റഹീം, എൻ്റെ അടിമ അർറഹ്മാനുർ റഹീം എന്ന് പറഞ്ഞാൽ ഖാലല്ലാഹു അസ്സ വജല്ല, അപ്പോൾ അല്ലാഹു തആല പറയും, അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയും. വഇദാ ഖാല മാലിക് യൗമിദ്ദീൻ, എൻ്റെ അടിമ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ ഖാലല്ലാഹു, അല്ലാഹു തആല പറയും, മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഫഇദാ ഖാല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അടിമ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ ഖാല, അല്ലാഹ് പറയും, നിന്നെ മാത്രം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുന്നു എന്ന് അടിമ പറഞ്ഞാൽ ഖാല, അല്ലാഹു തആല പറയുന്നു, ഹാദാ ബൈനി വബൈന അബ്ദി, ഇത് എനിക്കും എൻ്റെ അടിമക്കും ഉള്ളതാണ്. വലിയ അബ്ദി മാ സഅൽ, എൻ്റെ അടിമ എന്താണ് ചോദിച്ചത് അത് അവനുണ്ട്. അത് രണ്ടാൾക്കുമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. കാരണം ഇയ്യാക നഅ്ബുദു, അല്ലാഹു നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുന്നത് അല്ലാഹുവിനുള്ളതാണ്. വയ്യാക്ക നസ്തഈൻ, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്നുള്ളത് അള്ളാഹോട് ചോദിക്കുകയാണ്. അപ്പൊ അത് അള്ളാഹ് അടിമക്കുള്ളതാണ്. അതാണ് എനിക്കും എൻ്റെ അടിമക്കും ഉള്ളതാണ് എന്ന് അല്ലാഹു തആല പറയുന്നത്. ഹാദാ ബൈനി വബൈന അബ്ദി, ഇത് എനിക്കും എൻ്റെ അടിമക്കും ഉള്ളതാണ്. ഫൈദാ ഖാല, അടിമ പറഞ്ഞാൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ ചേർക്കണേ എന്ന് പറഞ്ഞാൽ, അതുപോലെ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറുൽ മഗ്ദൂബി അലൈഹിം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ വഴി, ഗൈറുൽ മഗ്ദൂബി അലൈഹിം, നീ ദേഷ്യപ്പെട്ടവരുടെ വഴിയല്ല, വലദ്ദാലിൻ, പഴച്ചവരുടെ വഴിയല്ല എന്ന് അടിമ പ്രാർത്ഥിക്കുമ്പോൾ ഖാല, അല്ലാഹ് പറയും, ഹാദാ ലി അബ്ദി, ഇതൊക്കെ എൻ്റെ അടിമക്ക് മാത്രമുള്ളതാണ്. വലിയ അബ്ദി മാ സഅൽ, എൻ്റെ അടിമ എന്താണ് ചോദിക്കുന്നത് അത് അവനുണ്ട് എന്ന് അല്ലാഹു തആല പറയും. അപ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാണെന്ന് പറയുമ്പോൾ അല്ലാഹ് പറയുന്നത്, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു. അർറഹ്മാനുർ റഹീം, റഹ്മാനുർ റഹീമുമായ അള്ളാഹു എന്ന് പറയുമ്പോൾ അല്ലാഹ് പറയുന്നത്, എൻ്റെ അടിമ എന്നെ വാഴ്ത്തി. മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്ന് അടിമ പറയുമ്പോൾ അല്ലാഹ് പറയുന്നു, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തി.
അങ്ങനെ ഫാത്തിഹ സൂറത്തിന്റെ ഓരോ ആയത്തുകളും ഓതുമ്പോൾ ആയത്തുകളെ മഹത്വങ്ങളും അതിലെ പ്രാർത്ഥനകളും ഫാത്തിഹ സൂറത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനെ സ്തുതിക്കാനും അള്ളാഹുവിനെ വാഴ്ത്താനും അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനും ഒക്കെയാണ് ഈ ഫാത്തിഹ സൂറത്ത് പഠിപ്പിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനെ നമ്മൾ ആദ്യമായി വാഴ്ത്തുകയും പുകഴ്ത്തുകയും വേണം. സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാർത്ഥനയായിട്ടാണ് എപ്പോഴും അറിയപ്പെടുന്നത്. നമ്മൾ എന്ത് പരിപാടി ആരംഭിക്കുമ്പോഴും ഫാത്തിഹ ഓതാറുണ്ടല്ലോ. അതൊരു പ്രാർത്ഥന വചനം കൂടിയാണ് സൂറത്തുൽ ഫാത്തിഹ. അതിൻ്റെ മഹത്വങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അതുവഴി ഇരുലോക വിജയം കൈവരിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. അല്ലാഹു തആല നമ്മുടെ മുഴുവൻ പാപങ്ങളും മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ മനസ്സിലുള്ള മുഴുവൻ ഉദ്ദേശങ്ങളും ഖൈറായ മുറാദുകളും അല്ലാഹു ഖൈറായ നിലയിൽ എളുപ്പത്തിൽ അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. എല്ലാവിധ ശർറുകളും അല്ലാഹു ദൂരീകരിക്കട്ടെ. രോഗങ്ങൾ ശാരീരികവും മാനസികവും പൈശാചികവുമായ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മയും നമ്മുടെ മക്കളെയും ശിക്ഷകടങ്ങളെയും എല്ലാം അല്ലാഹു സ്വാലിഹീങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നാഫിയായ ഇൽമ അവർക്കും നമുക്കും അല്ലാഹു ഏറ്റിത്തരട്ടെ. നല്ല ഇഫ്ളും ഫഹവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. രോഗങ്ങളൊക്കെ അല്ലാഹു പൂർണ്ണമായി ശിഫയാക്കി തരട്ടെ. കടങ്ങളൊക്കെ അല്ലാഹു ചെറുതും വലുതുമായ മുഴുവൻ കടങ്ങളും അല്ലാഹു വീട്ടിത്തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.